നിരോധിക്കപ്പെട്ട PFIയുമായി ബന്ധപ്പെട്ട ചില കോടതി നടപടികളുടെ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ NDA സർക്കാർ BJP സർക്കാർ കഴിഞ്ഞ ടൈമിൽ കൊണ്ടുവന്നിരുന്ന ഈ ഒരു NAയുടെ ഭേദഗതി ആക്ട് ഉണ്ടായിരുന്നു, NAയുടെ ഭേദഗതി ബിൽ. ആ ബില്ലുമായി ബന്ധപ്പെട്ട് അതിലുണ്ടാകുന്ന ഭരണഘടനാ പ്രശ്നങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുൻ PFI പ്രവർത്തകനായ ഒരു അഭിഭാഷകൻ കോടതിയെ സമീപിച്ചിരുന്നു. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും NAയ്ക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി ചെയ്തിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മൾക്ക് പിന്നീട് നോക്കാം. ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഛത്തീസ്ഗഡ് സർക്കാർ, മുമ്പ് നിലവിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത്. അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു ഛത്തീസ്ഗഡ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരും അന്ന് സമാനമായ ഒരു ഹർജി ഈ NA ഭേദഗതി ആക്ടിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കാരണം ഇത് സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ NA ഭേദഗതി ആക്ടിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള കുറ്റകൃത്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷൻ പരിധിയിലുള്ള, ആ പ്രദേശത്തെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടതും കേസ് അന്വേഷിക്കേണ്ടതും നടപടികൾ സ്വീകരിക്കേണ്ടതും. അഥവാ അത് പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ കഴിഞ്ഞ ഒരു NA ഭേദഗതി ആക്ട് കൊണ്ടുവരുന്നതിലൂടെ എന്തെങ്കിലും വിഷയങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടായാൽ അതിൽ NAയ്ക്ക് ഇടപെടണമെന്ന് തോന്നിയാൽ ആ സമയം തന്നെ ആ വിഷയത്തിൽ ഇടപെടാനും അല്ലെങ്കിൽ അത്തരം അധികാരങ്ങളിൽ മേലുള്ള കടന്നുകയറ്റം സാധ്യമാകുന്ന രീതിയിലുള്ള ഭേദഗതിയാണ് യഥാർത്ഥത്തിൽ NA ആക്ടിൽ ഉണ്ടായിരുന്നത്. അഥവാ ഇത് വരലോട് കൂടിയിട്ട് പോലീസിന്റെ ഒരു അധികാരം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ അധികാരം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ദേശീയ തലത്തിൽ തന്നെയുള്ള അന്വേഷണ ഏജൻസി, കേന്ദ്ര സർക്കാരിനുള്ള അന്വേഷണ ഏജൻസി ഏത് സംസ്ഥാനത്തും ഏത് സമയത്തും ഏത് FIRകൾക്ക് പിന്നിലും ഇടപെടാനും അല്ലെങ്കിൽ അതിൽ അന്വേഷണം നടത്താനും സമാന്തരമായ ഒരു സംവിധാനം ഉണ്ടാവാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് ഇതിന്റെ വിഷയം എന്നുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേശീയ അന്വേഷണ ഏജൻസി NA നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും സംസ്ഥാനങ്ങളുടെ അധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും ചൂണ്ടിക്കാട്ടിയുള്ള പൊതു താൽപര്യ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. 2008 NA ആക്ട് ഏകപക്ഷീയമാണെന്നും പാർലമെന്റിന് അത്തരമൊരു നിയമനിർമ്മാണത്തിന് അധികാരമില്ലെന്നും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നു. മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ അഭിഭാഷകനാണ് ഇത്തരം ഒരു ഹർജി നൽകിയത്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ദവെ ഹർജിക്കാരന് വേണ്ടി ഹാജരായി. കേന്ദ്രത്തിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി ഹാജരായി. ഇതാണ് കേസിന്റെ ഒരു സ്ഥിതിവിശേഷം എന്നുള്ളത്. ഹർജിയിലെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹർജിയിലെ പ്രധാനപ്പെട്ട വാദങ്ങൾ പോലീസ് അധികാരവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഓരോ സംസ്ഥാനത്തും സംസ്ഥാന പോലീസാണല്ലോ അധികാര കേന്ദ്രം എന്നുള്ളത്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB ഒഴികെ മറ്റൊരു കേന്ദ്ര ഏജൻസിക്കും പോലീസ് അധികാരം നൽകാൻ നിയമപരമായി കഴിയില്ലെന്ന ഹർജി ഭാഗം വാദിച്ചു. എന്നാൽ NAയുടെ ഉദ്യോഗസ്ഥർ ഒരു പോലീസ് ഓഫീസറുടെ പൂർണ്ണമായ അധികാരം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. നേരത്തെ ഈ NCB നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു അധികാരമുള്ളത്. ഓരോ സംസ്ഥാനത്തും ഇടപെടാനുള്ള മറ്റൊരു ഏജൻസികൾക്കും ഇത്തരം അധികാരമില്ല. ഇതാണ് NAയ്ക്ക് നൽകിയിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരം ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. അതായത് സംസ്ഥാനങ്ങൾക്ക് വ്യക്തമായ അധികാരം പോലീസിന്റെ കാര്യത്തിലുണ്ട്. പോലീസ് ക്രമസമാധാനവും അന്വേഷണവും സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. NA ആക്ടിലെ സെക്ഷൻ 6 പ്രകാരം സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ സ്വമേധയാ അന്വേഷണം ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന് നൽകുന്ന അധികാരം ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും ദവെ വാദിച്ചിട്ടുണ്ട്. ഇനി EDയുമായുള്ള ഒരു താരതമ്യമാണ്. നമുക്കറിയാം, എല്ലായിടത്തും പ്രതിപക്ഷ ശബ്ദങ്ങൾ ഉയരുന്നിടത്തൊക്കെ വരുന്നു എന്നുള്ള ഒരു ആക്ഷേപം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് പോലും പോലീസ് അധികാരം നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം NAയെ ഒരു പോലീസ് സേനയായി പ്രഖ്യാപിക്കാൻ പാർലമെന്റിന് നിയമപരമായ യോഗ്യതയില്ലെന്നും വ്യക്തമാക്കി. അഥവാ ഇവിടെ NAയ്ക്ക് ഒരു അമിതാധികാരം നൽകിയിരിക്കുകയാണ്. ആ അധികാരം ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ
ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. കേസിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട മലയാളി അഭിഭാഷകനായ മുഹമ്മദ് മുബാറക്കാണ് ഹർജി നൽകിയത്. UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം NIA രജിസ്റ്റർ ചെയ്ത കേസിൽ 1 വർഷത്തിലേറെ തടവിൽ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ശ്രീനിവാസൻ വധത്തിലെ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് മുബാറക്കിനെ അറസ്റ്റ് ചെയ്തത്. അഥവാ പാലക്കാട് ജില്ലയിൽ ശ്രീനിവാസൻ എന്ന RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് ആരോപിച്ചാണ് ഈ അഭിഭാഷകനായ മുഹമ്മദ് മുബാറക്കിനെ NIA അറസ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതല്ല. തുടർന്ന് UAPA നിയമപ്രകാരം ഈ ശ്രീനിവാസൻ കേസിൽ 1 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നു, ജാമ്യം പോലും ലഭിക്കാതെ. സംസ്ഥാന പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസുകളിൽ പിന്നീട് NIA ഇടപെടുന്നത് അന്വേഷണത്തെ അപ്രസക്തമാക്കുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന് അനിയന്ത്രിതമായ അധികാരം നൽകുന്ന NIA നിയമത്തിലെ 6 മുതൽ 10 വരെയുള്ള വകുപ്പുകൾ റദ്ദാക്കണമെന്നും അല്ലെങ്കിൽ അതിന്റെ ദുരുപയോഗം തടയാൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഹർജിയിലെ ആവശ്യമായിട്ടുണ്ട്. നേരത്തെ ഛത്തീസ്ഗഡ് സർക്കാരും NIA നിയമത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. NIA നിയമത്തിലെ 2011 ഭേദഗതികൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളും നിലവിൽ കോടതിയുടെ പരിഗണനയിലുണ്ട്. അഥവാ ഈ ഒരു നിർണായകമായ വിഷയത്തിൽ ഇപ്പോൾ കോടതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ശ്രീനിവാസൻ കേസിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, സംസ്ഥാന പോലീസ് കേസ് അന്വേഷിക്കുന്നു, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു, കുറ്റപത്രം സമർപ്പിക്കുന്നു. പക്ഷേ ആ കുറ്റപത്രം മറികടന്നുകൊണ്ട് NIA സമാന്തരമായി അന്വേഷണം ഏറ്റെടുക്കുന്നു. NIA കടന്നു വരുന്നു. തുടർന്ന് അതിൽ UAPA അടക്കമുള്ള വകുപ്പുകൾ വരുന്നു. തുടർന്ന് സമാന്തരമായ മറ്റൊരു അന്വേഷണവും കൂടി നടക്കുന്നുണ്ട്. അഥവാ സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിൽ പിന്നീട് NIA ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ സംസ്ഥാന പോലീസിന്റെ ഒരു അധികാരം അത് നഷ്ടപ്പെടുകയാണ്. സംസ്ഥാന പോലീസിനുള്ള അധികാരം എല്ലാ സംസ്ഥാനത്തും അത്തരം കേസുകൾ അന്വേഷിക്കുന്ന, കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവിടെ ഒരു ഇടപെടൽ അതിന് കഴിഞ്ഞതിന് ശേഷവും NIAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു ഹർജി നൽകിയത്. അപ്പോൾ ഈ വിഷയം കൃത്യമാണ്. ഇനി NIA ഭേദഗതി ഉണ്ടായത് 2019 ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. പക്ഷെ ഈ വിഷയം 2008 NIA ആക്ടുമായി ബന്ധപ്പെട്ട് ഈ NIA ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില വകുപ്പുകൾ അത് സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഒരു കാര്യം പറയുന്നത് 6 മുതൽ 10 വരെയുള്ള വകുപ്പുകൾ റദ്ദാക്കണം, അല്ലെങ്കിൽ NIA ഇത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നുള്ള ഒരു നിർണായകമായ ഒരു ഹർജിയാണ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നത്? ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്.